ഫ്രണ്ട്സ്, നമ്മളെങ്ങനെയാണ് ബി കോയിന് ബി കോയിൻ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഐ ഡി ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ബി കോയിൻ .1 നടിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ നമുക്കൊരു ലിങ്ക് ഓപ്പൺ ആവും. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ യൂസർ ഐഡിയും പാസ്വേഡ് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യാൻ ഉണ്ടാവുക. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ യൂസർ ഐ ഡി ഇതാ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ അതെൻ്റെ ഒരു മെയിലാണ്. ഓക്കെ, അതടിച്ചു. അപ്പോൾ അവിടെ നിലവിലുള്ള പാസ്വേഡ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പുതിയ പാസ്വേഡ് എടുക്കുക. pass1@23 ഐ എം നോട്ട് റോബോട്ട് എന്ന് അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യാം. എല്ലാവർക്കും പുതിയ പാസ്വേഡാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവിടെ നമ്മൾ പഴയ പാസ്വേഡ് എന്നുള്ളടത്ത് pass1@23 ഇതാണ് പഴയ പാസ്വേഡ്. ശ്രദ്ധിക്കട്ടെ എല്ലാവരും, pass1@23 എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും കോമൺ പാസ്വേഡ് കമ്പനി കൊടുത്താണ്. നമുക്ക് പാസ്വേഡ് മാറ്റിയിട്ട് കോമൺ പാസ്വേഡ് കൊടുത്താണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പുതിയ പാസ്വേഡ് ഇവിടെ 2 തവണ എൻ്റർ ചെയ്യണം. ഓക്കെ, പുതിയ പാസ്വേഡ് 2 തവണ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എൻ്റർ വാലറ്റ് അഡ്രസ്സ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് മിനിമൈസ് ചെയ്തിട്ട് നേരെ ട്രസ്റ്റ് വാലറ്റിലേക്ക് പോവാം. ട്രസ്റ്റ് വാലറ്റിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഈ ബി കോയിനുള്ള ട്രസ്റ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ബി കോയിനുള്ള ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഈ ബി കോയിനുള്ള ട്രസ്റ്റ് വാലറ്റ് ഇതിലാണ് ബി കോയിൻ. ഓക്കെ, ഇതിലിപ്പോൾ ഉണ്ടോ, ഇതിൽ ബി കോയിനിക്ക് 2 ലക്ഷം ചില്ലറ ഉണ്ട്. അതിൻ്റെ റിസീവ് അഡ്രസ്സ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നമ്മളതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ആ പാസ്വേഡ് നമ്മൾ പുതിയ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കണം. നമ്മളങ്ങനെ പുതിയ പാസ്വേഡ് 2 തവണ ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളെ വാലറ്റ് അഡ്രസ്സും കൊടുത്തതിന് ശേഷം, വാലറ്റ് അഡ്രസ്സ് എടുക്കുന്നത് ശ്രദ്ധിക്കണം, നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലെ ബി കോയിൻ്റെ റിസീവ് അഡ്രസ്സാണ്. എന്നിട്ട് നമ്മളിവിടെ സെൻഡ് ക്ലിക്ക് ചെയ്യുക. സെൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കെന്താവും, അത് പാസ്വേഡ് ചേഞ്ച് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. എന്നിട്ട് ഇതേപോലെ ഒരു ഡാഷ് ബോർഡ് വരും. ഡാഷ് ബോർഡ് വന്നതിന് ശേഷം ഏറ്റവും മുകളിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതായത് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓൾഡ് ബി കോയിൻ മൈഗ്രേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ അഡ്മിൻ വാലറ്റ് അഡ്രസ്സ് എന്നൊരു അഡ്രസ്സ് കാണിക്കും. അത് ജസ്റ്റ് നമ്മളൊന്ന് കോപ്പി ചെയ്യാം. അത് കോപ്പി അഡ്രസ്സ് അഡ്മിൻ ഇത് എന്താ വെച്ചാൽ സംഭവം, നമ്മുടെ പഴയ ബി കോയിൻ, അതായത് നേരത്തെ നമുക്കുണ്ടായിരുന്ന ബി കോയിന്, നമ്മൾ ആ ട്രസ്റ്റ് വാലറ്റ് ഉണ്ടായിരുന്നത് നമ്മൾ വിഡ്രോ ചെയ്ത് ട്രസ്റ്റ് വാലറ്റിലേക്ക് വന്നതൊക്കെ കൂടി നമ്മൾ കമ്പനിക്ക് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കുന്നതിന് എഗെയിൻസ്റ്റായിട്ട് കമ്പനി നമുക്ക് പുതിയ ബി കോയിൻ തരും. പുതിയ ബി കോയിൻ തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബി കോയിൻ്റെ വില ഇനി മുതൽ 1 രൂപയായിരിക്കും. ഓക്കെ, അപ്പോൾ നിലവിൽ 10 പൈസയാണ്. പക്ഷേ കമ്പനി അത് 3 പൈസയായിട്ടാണ് ഇപ്പോൾ ട്രീറ്റ് ചെയ്യുള്ളൂ. 3 പൈസ റേറ്റിൽ വെച്ചിട്ട് കമ്പനി നമുക്ക് നമ്മുടെ പഴയ കോയിൻ കൊടുക്കുമ്പോൾ പുതിയ കോയിൻ 3 പൈസ റേറ്റിലാണ് നമുക്ക് തിരികെ തരിക. എന്നിട്ട് അത് പക്ഷേ നമുക്ക് ഇനി വരുന്ന എന്താ പറയുക, പ്രോഫിറ്റൊക്കെ നമുക്ക് 1 രൂപ വെച്ചിട്ട് വിൽക്കാം. എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പാൻകേക്ക് സ്വാപ്പിൽ ഇത് ലിസ്റ്റ് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു തടസ്സങ്ങളുമില്ലാതെ 24 മണിക്കൂറും നമുക്ക് ലാഭം കിട്ടുന്നത് വിറ്റ് മാറാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലേക്ക് വീണ്ടും പോകുന്നു. ട്രസ്റ്റ് വാലറ്റിലേക്ക് പോയിട്ട് അവിടെ നമ്മളെ ബി കോയിന് ഉണ്ടോ, ബി കോയിനാണിത്. ഇവിടെ ബി കോയിൻ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ BNB അങ്ങനെ കുറച്ച് USDT ഒക്കെ ബി കോയിൻ ക്ലിക്ക് ചെയ്യുന്നു. സെൻഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് നമ്മളിവിടെ മാക്സ് കൊടുക്കുന്നു. മാക്സിമം കോയിനും അങ്ങോട്ട് പോയിക്കോട്ടെ. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിതിനകത്ത് ഇങ്ങനെ ചെയ്യാൻ BNB ഒരു $2 അല്ലെങ്കിൽ $1 BNBയുടെ ആവശ്യമുണ്ട്, ബാലൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ആൾറെഡി BNB ഉണ്ടായതുകൊണ്ടാണ്. ഇല്ലാത്തവരെ BNB വാങ്ങണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ കൺഫേം കൊടുക്കുന്നു. കൺഫേം കൊടുത്തിട്ട് നമ്മൾ പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ ഈ ബി കോയിന് എന്തായി, ഇവിടുന്ന് കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് പോയി. ഇതിവിടെ ഇപ്പോൾ പെൻഡിംഗ് എന്നാണ് കാണിക്കുന്നത്.
ഓക്കെ. ഓക്കെ, കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ മോർ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിറ്റ്കോയിൻ സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോകും. BSC സ്കാൻ. BSC സ്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ BNBയുടെ ബ്ലോക്ക് ചെയിൻ ആണ്. ഓക്കെ, അവിടെ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ട്രാൻസാക്ഷൻ ഹാഷ് കാണും. അവിടെ ട്രാൻസാക്ഷൻ ഹാഷിൻ്റെ ലാസ്റ്റ് നോക്കിയാൽ കാണും ഒരു 2 ചെറിയ പെട്ടിക്കോളം കാണും. ആ പെട്ടിക്കോളത്തിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കോപ്പി ആയതിനു ശേഷം വീണ്ടും നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരിക. എന്നിട്ട് ഇവിടെ ട്രാൻസാക്ഷൻ ഹാഷ് എന്നുള്ള ഓപ്ഷനിൽ നമ്മളത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നോക്കുക ജസ്റ്റ് 9 DB അതിനെല്ലാം ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. 9 DB. ഓക്കെ, റൈറ്റ്. നമ്മളത് വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കാം. ഓക്കെ, ട്രാൻസ്ഫർ വാലറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. കംപ്ലീറ്റ് നമ്മൾ കമ്പനിക്ക് തിരികെ കൊടുത്തു. അപ്പോൾ ഓൾഡ് ബിറ്റ്കോയിന് 2,08,000 അതായത് 1 10 100 1000 15 ലക്ഷം 2,08,473 ബിറ്റ്കോയിൻ ഉണ്ടായിരുന്നു. അതിന് പകരമായിട്ട് എനിക്ക് കിട്ടിയത് 6,254 ഓക്കെ, അതായത് കമ്പനി $3 വെച്ചിട്ടാണ് $0.3 വെച്ചിട്ടാണ് നമുക്ക് കമ്പനി തിരിച്ച് നമുക്ക് കോയിൻ തരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 6,256 വാല്യൂ ₹1 എന്നുവെച്ചാൽ 6,254 രൂപയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കോയിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് പുതുതായിട്ട് കിട്ടിയ കോയിൻ്റെ വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പഴയ ബിറ്റ്കോയിൻ പുതിയ ബിറ്റ്കോയിനായിട്ട് മാറുമ്പോൾ നമ്മളിവിടെ ട്രാൻസ്ഫർ എന്നുള്ളത് ടച്ച് ചെയ്യണം വേണ്ടത്. ഓക്കെ, ട്രാൻസ്ഫർ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കോയിൻ ട്രാൻസ്ഫേർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ഇങ്ങനെ വന്നതിന് ശേഷം നമ്മുടെ ബിറ്റ്കോയിൻ്റെ വാലറ്റ് അഡ്രസ്സ്, ഓൾഡ് ബിറ്റ്കോയിൻ്റെ വാലറ്റ് അഡ്രസ്സ് ഇത് തന്നെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 0 അതുതന്നെയായിരിക്കും. അതൊന്ന് ചെക്ക് ചെയ്യണം അതിന് മുമ്പ്. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. എനിവേ അതുതന്നെ ആയിരിക്കും, അതല്ലാതെ മാറാൻ സാധ്യതയില്ല. ഓക്കെ, ഇതിൻ്റെ ഓൾഡ് ബിറ്റ്കോയിൻ ഇതൊക്കെ ഇവിടുന്ന് പോയിട്ടോ. അതിൻ്റെ റിസീവർ അഡ്രസ്സ് നോക്കുമ്പോൾ അതെ C0A3 അത് തന്നെയാണ് ഇവിടെ ഓൾഡ് ബിറ്റ്കോയിൻ C0A3. ഓക്കെ, ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇതിൽ അടുത്ത ചെക്ക് ചെയ്യാനുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡാഷ്ബോർഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് നമുക്കിവിടെ എത്തിയിട്ടില്ല. കുറച്ചൊരു അരമണിക്കൂറിൻ്റെ സമയം വരുമ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിൽ ഈ ഡീറ്റെയിൽസ് വരും. ഇതാണ് നമ്മുടെ കമ്പനിയുടെ പുതിയ ഡാഷ്ബോർഡ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ട്. ഡാഷ്ബോർഡ് ഉണ്ട്, പിന്നെ അതേപോലെ ഓക്കെ, നമ്മൾ പഴയ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്തു. വീണ്ടും ഇതിലേക്ക് വന്നു. ന്യൂ ബിറ്റ്കോയിൻ ഡെപ്പോസിറ്റ് വാലറ്റിൽ 6,254 കോയിൻ നമ്മളെ കമ്പനിയുടെ ബിറ്റ്കോയിൻ്റെ വെബ്സൈറ്റിൽ ഹോൾഡായി. ഓക്കെ, അവിടെ സ്റ്റേക്കായി. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ കോയിൻ അവിടെ സ്റ്റേക്കായി. ഇനി അവിടെ ആയിരിക്കും നമ്മൾ കോയിൻ ഉണ്ടാവുക. ഇതിന് ഡെയിലി നമുക്ക് 0.3% പ്രോഫിറ്റ് വരും. ഈ കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്തിട്ട് പാൻകേക്ക് സ്വാപ്പിൽ സ്വാപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മൊബൈൽ റീചാർജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ USDT ആക്കി മാറ്റിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.